അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി 74-ാമത്തെ അധ്യായം സൂറത്ത് മുദ്ദസിറിലെ 39 മുതൽക്കുള്ള ആയത്തുകളാണ് ഇനി കൈകാര്യം ചെയ്യാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين وما تنفعهم شفاعة الشافعين. 39 മുതൽക്ക് 48 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇല്ലാ അസ്ഹാബൽ യമീൻ തൊട്ട് മുമ്പ് 38-ാമത്തെ ആയത്തിൽ പറയുന്നത് കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, എല്ലാ നഫ്സും വ്യക്തിയും ആ വ്യക്തി പ്രവർത്തിച്ചതിൻ്റെ പണയമാണ്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് പറയുന്നത് ഇല്ലാ അസ്ഹാബൽ യമീൻ, ഈ പണയബന്ധം എന്ന അവസ്ഥയിൽ നിന്ന് മുക്തമാവാൻ കഴിയാർക്കാണ്, അത് വലതുപക്ഷക്കാർക്കാണ്. അവിടെ ഏതായാലും ജബ്ബാർ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്രയും അതിനെ അംഗീകരിച്ചതിന് നമ്മൾ ജബ്ബാറിനോട് നന്ദി പറയാം. കാരണം ഖുർആനെ അപഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ജബ്ബാർ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടത് വലതുപക്ഷങ്ങളല്ല, പരലോകത്ത് മനുഷ്യൻ്റെ രേഖകൾ, കർമ്മരേഖകൾ വലത് കയ്യിലോ ഇടത് കയ്യിലോ കിട്ടുന്നതിന് ആസ്പദിച്ചാണ് അവിടെ വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് എന്നയാൾ നല്ലവർക്ക് തന്നെ പറഞ്ഞതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്രയും നമ്മൾക്ക് അയാളോട് നന്ദി പറയാം. ഈ വലതുപക്ഷം അവരായിരിക്കും സ്വർഗത്തിൻ്റെ ആളുകൾ. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ, അവർ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്. ആരോടാണ് ചോദിക്കുന്നത്? നരകത്തിലുള്ള ആളുകളോടാണ് ചോദിക്കുന്നത്. അനിൽ മുജിരിമീൻ, മുജിരിം എന്നതിൻ്റെ ഏകവചനാണ് മുജിരിം. മുജിരിം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവൻ അല്ലെങ്കിൽ പാതകം ചെയ്തവൻ എന്നാണ്. ഇവിടെ ഇജ്റാം, ഈ പാതകമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ ആയത്തുകളിൽ നിന്ന് തന്നെ നേർക്കുനേരം മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരല്ലാത്ത, മനുഷ്യരോട് മനുഷ്യത്വപരമായി പെരുമാറാൻ സന്നദ്ധരല്ലാത്ത, ആളുകളെ സഹായിക്കേണ്ടിടത്ത് അവരെ സഹായിക്കാൻ സന്നദ്ധരല്ലാത്ത, അധാർമികതയിൽ ഇസ്ലാമിക വിരുദ്ധ, ദൈവിക വിരുദ്ധ, അള്ളാഹുവിന് വിരുദ്ധമായ, പ്രവാചകന് വിരുദ്ധമായ, ഖുർആനിന് വിരുദ്ധമായ, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഏത് പ്രവാചകന്മാരുടെയും സമൂഹങ്ങളിൽ ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചവരെയാണ് ഇവിടെ മുജിരിമൂൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മുജിരിമുകളെ സംബന്ധിച്ച് ആണ് സ്വർഗത്തിലിരുന്നു കൊണ്ട് സ്വർഗവാസികൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിലെത്തിപ്പെടാൻ കാരണം എന്ന് അവരോട് നേർക്കുനേരെ ചോദിക്കുകയാണ്. മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലെത്തിപ്പെട്ടത്, അതായത് നിങ്ങളെ നരകത്തിലെത്തിച്ച ഘടകം എന്താണെന്നാണ് ഈ സ്വർഗനിവാസികൾ നരകത്തിലുള്ള ആളുകളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംശയമുണ്ട്. ജബ്ബാർ അത് ഉന്നയിച്ചിട്ടില്ലെങ്കിലും അയാളുടെ സംസാര ശൈലിയിൽ നിന്ന്, ധ്വനിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. എങ്ങനെയാണ് സ്വർഗത്തിലും നരകത്തിലുള്ള ആളുകൾ പരസ്പരം കാണുകയും അവരിങ്ങനെ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് എന്നതാണ് ആ ചോദ്യം. ഈ ചോദ്യം വളരെ പ്രസക്തവുമാണ്. ഈ ചോദ്യത്തിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾക്ക് മറുപടി പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം ഭൂമിയിൽ തന്നെയുള്ള ഏതാണ്ട് മൈലുകൾക്കപ്പുറമുള്ള ആളുകൾക്ക് പോലും സംവദിക്കാനും
പിന്നെ വർത്തമാനം പറയാനും കഴിയണമെങ്കിൽ അവർ നേരിട്ട് ഒരിടത്ത് ഒരുമിച്ച് കൂടുമ്പോൾ മാത്രം സാധ്യമാവുന്നൊരു പിന്നെ സാഹചര്യമാണ് പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറി. ഇന്ന് മനുഷ്യൻ തന്നെ ആർജിച്ചെടുത്തിട്ടുള്ള അള്ളാഹുവിന് നൽകിയ ബുദ്ധിയും അള്ളാഹു നൽകിയ അറിവും വെച്ച് അവൻ തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഉപകരണങ്ങളിലൂടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ആളുകൾക്ക് സംവദിക്കാനും ചർച്ച നടത്താനും യോഗം കൂടാനും ഒക്കെ സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സ്വർഗനരകങ്ങൾ എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ലോകത്തുള്ള ആളുകൾ എങ്ങനെ സംവദിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ സംസാരിക്കും, അവരെങ്ങനെ പരസ്പരം കാണും എന്ന് ചോദിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയും പിന്നെ വൈജ്ഞാനികമായിട്ടുള്ള ആഴപ്പരപ്പൊന്നും വേണ്ടതില്ല. മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് ആരാണ്? ഇപ്പോൾ മനുഷ്യനിവിടെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഈ ഭൗതിക ഉപകരണങ്ങളുടെ പോലും യഥാർത്ഥ ഉപജ്ഞാതാവ് ആരാ? അത് അള്ളാഹുവാണ്. കാരണം അള്ളാഹു തന്നെയാണ് മനുഷ്യനെ പഠിച്ചത്, ഈ മനുഷ്യന് ഈ കഴിവുകളൊക്കെ നൽകിയത്. അപ്പോൾ അള്ളാഹു നൽകിയ കഴിവ് വെച്ചുകൊണ്ടാണ് മനുഷ്യൻ ഇതൊക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനം അള്ളാഹു നേരത്തെ സംവിധാനിച്ചിട്ടുണ്ടെന്നും മനുഷ്യൻ്റെ വാക്കുകളും അവൻ്റെ പ്രവർത്തികളുമൊക്കെ ഇവിടെ ഒപ്പിയെടുക്കാൻ പാകത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയായിട്ട് ഇന്ന് ഏറെക്കുറെ ശാസ്ത്രം അംഗീകരിച്ചൊരു സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ സംഗതി സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ചെയ്തിട്ടുള്ള സംവിധാനം ഈ ഭൂമിയിൽ മാത്രമല്ല, അത് പരലോകത്തേക്ക് കൂടി ഉള്ള ഒരു സംവിധാനമാണെന്നാണ് ഖുർആൻ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളോട് നേർക്കുനേരെ ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ നരകത്തിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചത് എന്തൊരു സംഗതിയാണ്, എന്ത് പ്രവർത്തനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളതെന്ന് സ്വർഗനിവാസികൾ അവരോട് ചോദിക്കുമ്പോൾ നരകത്തിലുള്ള ആളുകൾ മറുപടി പറയുന്നത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവരുടെ ഒന്നാമത്തെ കുറ്റമായിട്ട് നരകത്തിലെത്തിപ്പെടാനുള്ള ഒന്നാമത്തെ കാരണമായി അവർ പറയുന്നത് ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ പിന്നെ ഈ അധസ്ഥിതി അല്ലെങ്കിൽ അയാളുടെ പരാജയം എന്ന് പറയുന്നത്. ജബ്ബാർ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്? അദ്ദേഹം തന്നെ പറയുന്ന അനുസരിച്ച് സൂറത്ത് മുഅ്മിനൂനിൽ നമസ്കാരത്തെപ്പറ്റി പറഞ്ഞതോടുകൂടിയാണ് മൂപ്പർക്ക് ഇതിനോട് പിന്നെ വിയോജിപ്പുണ്ടായിട്ടുള്ളതും പിന്നെ എന്നാഞ്ഞിപ്പോൾ ഇത് ഒന്ന് അരിക്കാക്കിയിട്ടേ ഇനി ജീവിതമുള്ളൂ എന്ന് തീരുമാനിച്ച് ഇസ്ലാമിനെ തകർക്കാൻ അതൊരു വിഷവൃക്ഷമായിട്ട് കാണുകയും എന്നിട്ട് മുസ്ലിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഈ മഹായജ്ഞത്തിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമസ്കരിക്കാന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്? നമസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ സർവാത്മന തന്നെ അടിപ്പെടുത്തുക, അവന് കീഴ്പ്പെടുത്തുക എന്നാണ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ഒരു അടിമയാണ്, അള്ളാഹുവിൻ്റെ ദാസനാണ്, അവൻ്റെ സൃഷ്ടിയാണെന്നതോടൊപ്പം ഞാൻ അവൻ്റെ ദാസനാണ്, അവന് കീഴ്പ്പെടേണ്ടവനാണ്, ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന ഈ അടിസ്ഥാന തത്വം അംഗീകരിക്കുമ്പോഴേ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഈ അടിസ്ഥാന തത്വം അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അവർ നമസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് അവർ മുജരിമുകളായി തീരുന്നു. ഇത്തരം ആളുകളെയാണ് ഖുർആൻ മുജിരിമൂൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളതും. അവരുടെ ഭവനം എന്ന് പറയുന്നത് നരകമാണ്. അതാണ് അവർ ഏറ്റു പറയുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിപ്പെടാൻ കാരണം ഇതാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വമൊന്നും അംഗീകരിച്ചിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കാൻ ഉള്ള അള്ളാഹുവിൻ്റെ ആ നിർദ്ദേശവും ഞങ്ങൾ തള്ളിപ്പറഞ്ഞു എന്നാണ്. രണ്ടാമത്തെ സംഗതി അവർ പറയുന്നത് വലം നക്കു നുത്ഇമുൽ മിസ്കീൻ. ഇസ്ലാം അതിൻ്റെ ആദ്യ നാളിൽ തൊട്ട് മക്കയിലെ പ്രതികൂല സാഹചര്യങ്ങളിലടക്കം മുമ്പോട്ട് വെക്കുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിലെ അധസ്ഥിതരായിട്ടുള്ള ആളുകളെ പരിഗണിക്കുകയും അവരുടെ ജീവിത പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാന്നുള്ളത്.
അപ്പോൾ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം ഒന്നാമതായി മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് അവർ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ തന്നെ താല്പര്യമാണ് അവർ മനുഷ്യരോടടുക്കുക. അള്ളാഹുവിനോട് അടുക്കുമ്പം തന്നെ മനുഷ്യനോടും അടുക്കേണ്ടതുണ്ട്, സൃഷ്ടികളോട് എടുക്കേണ്ടതുണ്ടെന്നതാണ്. അല്ലാതെ അള്ളാഹുവിനോട് മാത്രം അടുത്ത് സൃഷ്ടികളിൽ നിന്ന് അകന്ന്, അല്ലെങ്കിൽ സൃഷ്ടികളോടടുത്ത് അള്ളാഹുവിൽ നിന്ന് അകന്ന്, സൃഷ്ടാവിൽ നിന്ന് അകന്ന്, അങ്ങനെ ഒരു ജീവിതം ഇസ്ലാം വിഭാവന ചെയ്യുന്നതില്ല. ഇവിടെ രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി തീരുന്നത്, മോമിനായി തീരുന്നത്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി തീരുന്നത്. അതിന് ഞങ്ങൾ സന്നദ്ധരായിരുന്നില്ല എന്നാണ് ഞങ്ങൾ അഗതികൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ആളുകൾ ഏറ്റു പറയണത്. അപ്പോൾ ഞങ്ങൾ സമ്പത്തുണ്ടാക്കിയിരുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഞങ്ങൾ കയ്യാളിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്പത്തിൻ്റെ അടിമകളായിരുന്നു. അതിനാണ് ഞങ്ങൾ വില കൽപ്പിച്ചിരുന്നത്. അത് ഈ നരകത്തിലെത്തിപ്പെടാനുള്ള ഒരു കാരണമാണ് എന്നാണ് അവർ രണ്ടാമതായിട്ട് പറയുന്നത്.